പ്രീത അമ്മയുടെ പ്രേത ക്രിസ്തുമസ്. ചില നാളുകൾക്ക് മുൻപ് സംഭവിച്ചത്. ഒരു ഗ്രാമത്തിൽ റോസി എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു. റോസിയുടെ ഭർത്താവ് സ്വഭാവത്തിൽ വളരെ നല്ലവനാണ്. റോസിയുടെ ഭർത്താവ് റോസിയെ നല്ല പോലെയാണ് നോക്കിയിരുന്നത്. പക്ഷേ മറുവശത്ത് റോസിയുടെ അമ്മായിയും നാത്തോനും അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവരെ രണ്ടുപേരെയും റോസി ഒരു വാക്ക് പോലും പറയില്ലായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം റോസി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞ് ജനിച്ചതിൽ റോസിയും അവളുടെ ഭർത്താവും വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കുഞ്ഞ് ജനിച്ച് കൃത്യം 1 മാസത്തിൽ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ചുഴലിക്കാറ്റ് വന്ന് റോസിയുടെ ഭർത്താവ് മരിച്ചുപോയി. പെട്ടെന്ന് ഭർത്താവ് മരിച്ചതുകൊണ്ട് റോസി ശരിക്കും തകർന്നുപോയി. അവളിപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, അമ്മേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഈ റോസിയുടെ ജാതകം തന്നെ ശരിയില്ലമ്മേ. അതുകൊണ്ടാണ് നോക്ക്, എന്റെ ഏട്ടൻ മരിച്ചുപോയി. ഞാൻ പറയുന്ന കേൾക്ക്, ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി നശിച്ചു പോകും. നീ പറയുന്നത് വളരെ ശരിയാണെടി. ഇനി ഈ നശിച്ചവളെ ഒരു നിമിഷം പോലും ഈ വീട്ടിലിരുത്താൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ അമ്മയും മകളെ രണ്ടുപേരും ചേർന്ന് റോസിയുടെ മുറിയിലേക്ക് പോയി. അവളുടെ തലമുടി പിടിച്ച് അവളെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി. വേണ്ട അമ്മേ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടേക്ക് അമ്മേ പോകും? നീ എവിടേക്കെങ്കിലും പോ, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്. ഇങ്ങനെ അമ്മയും മകളെ രണ്ടുപേരും റോസിയെ ഒട്ടും മനസാക്ഷിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പാവ റോസി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേ പോയി. അവളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വലിയ ബംഗ്ലാവിനടുത്തെത്തി. ഞാൻ ഈ ബംഗ്ലാവിനകത്ത് ചെന്ന് ജോലി ചോദിച്ചു നോക്കാം. ഒരുപക്ഷെ എനിക്കിവിടെ വേലക്കാരിയുടെ പണി കിട്ടിയെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്കെന്റെ കുഞ്ഞിനെയെങ്കിലും നോക്കാം. അങ്ങനെ പറഞ്ഞ റോസി ആ ബംഗ്ലാവിനകത്തേക്ക് പോയി. അപ്പോൾ ബംഗ്ലാവിന്റെ മുതലാളി ഹീരാലാൽ അവളെ തടഞ്ഞു. അയ്യോ, ആരാണ് നീ? ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ അകത്ത് വരാൻ നിനക്ക് എന്ത് ധൈര്യമാണ്? ക്ഷമിക്കണം സാറേ, ഞാൻ കാലത്തിന്റെ വിധി കൊണ്ട് വിധവയായി. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കിപ്പോ ഒരു ജോലി വേണം. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കിവിടെ ഒരു ജോലി തന്നെങ്കിൽ അതെനിക്ക് വളരെ ഉപകാരമാകും. നോക്ക്, ഞാൻ നിനക്ക് ജോലി തരാം. എന്നാൽ അതിന് പൈസയൊന്നും തരില്ല. 2 നേരം ചോറ് മാത്രം തരാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലി ചെയ്തോ, ഇല്ലെങ്കിൽ സ്ഥലം വിട്ടോ. റോസിക്കിപ്പോൾ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾ ഹീരാലാൽ പറഞ്ഞ് എല്ലാം സമ്മതിച്ചു. അടുത്ത ദിവസം തൊട്ട് അവൾ അവിടെ പണികൾ തുടങ്ങി. ഒരു ദിവസം റോസി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ മേടിച്ച് ബംഗ്ലാവിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വഴിയിൽ റീത്ത എന്ന പെൺകുട്ടി അവളെ നോക്കി. ഇവിടെ നോക്ക്, നീ ആ ബംഗ്ലാവിലല്ലേ ജോലി ചെയ്യുന്നേ? കുറച്ച് ശ്രദ്ധിച്ച് പണി ചെയ്യേ. എന്തെന്നാൽ ആ ഹീരാലാൽ വളരെ മോശമായ ആളാണ്. നീ പുതിയ ആളല്ലേ, അവനെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. അല്പം സൂക്ഷിച്ചിരിക്കെ. അങ്ങനെ പറഞ്ഞ റീത്ത അവിടെ നിന്ന് പുറപ്പെട്ടു. അന്നു മുതൽ റോസിയുടെ മനസ്സിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ വളരെ സൂക്ഷിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ആ ബംഗ്ലാവിന്റെ പുറകിലുള്ള റൂമിൽ നിന്ന് റോസിക്ക് എന്തോ ശബ്ദം കേട്ടു. അപ്പ റോസി ആ ബംഗ്ലാവിന്റെ പുറകിലേക്ക് പോയി നോക്കി. അപ്പ റോസി അവിടെ നോക്കി ഹീരാലാൽ ഒരാളെ കൊല്ലുന്നത്. എന്റെ ഈശ്വര, ഇവൻ മനുഷ്യനാണോ അതോ മൃഗമോ? അപ്പോ ഹീരാലാൽ റോസിയെ കണ്ടു. അയ്യോ അയ്യോ, ഇല്ല. ഇവളെ കൊല്ലുമ്പോൾ റോസി എന്നെ കണ്ടിരിക്കുന്നു. ഇനി ഞാൻ ഇവളെയും കൊല്ലണം. അത് കഴിഞ്ഞ് ഹീരാലാൽ അല്പം പോലും ദയയില്ലാതെ റോസിയെയും കുത്തി. പാവ റോസി അവിടെ തന്നെ പിടഞ്ഞു മരിച്ചു. അപ്പോ ആ ബംഗ്ലാവിന്റെ പുറകെ പഴം പറിച്ചുകൊണ്ടിരുന്ന റീത്ത ഇതെല്ലാം അവൾ കണ്ടു. റീത്ത കണ്ടു ഹീരാലാൽ റോസിയുടെ ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതും റീത്തയ്ക്ക് റോസിയുടെ കുഞ്ഞിനെ ആലോചിച്ച് സങ്കടമായി. ഈ ഹീരാലാൽ പാവം ആ റോസിയെ കൊന്നുകളഞ്ഞു. റോസിയുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യും. ഉടനെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടണം. അത് കഴിഞ്ഞ റീത്ത ആരും അറിയാതെ ആ ബംഗ്ലാവിനകത്ത് വന്ന് അവിടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് വേഗം അവിടെ ഓടി. അപ്പുറത്ത് ഹീരാലാൽ റോസിയുടെ ബോഡിയും മറ്റേ ആളുടെ ബോഡിയും കുഴിച്ചിട്ട് കുറച്ചു ദിവസം വരെ ആ ഗ്രാമത്തിൽ നിന്ന് മാറി നിന്നു. അപ്പുറത്ത് മരിച്ചതിന് ശേഷം റോസി പ്രേതമായി മാറി അവളുടെ കുഞ്ഞെവിടെയെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ റീത്തയുടെ വീട്ടിൽ ചെന്ന് നോക്കി. അപ്പോൾ അവളുടെ കുട്ടി റീത്തയുടെ മടിയിലിരിക്കുന്നത് കണ്ടു. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതിന് നിനക്ക് ഒരുപാട് നന്ദി. ഇപ്പൊ ഞാൻ പ്രേതമായി മാറി. ഇനി എന്റെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ സാധിക്കില്ല. നീ വിഷമിക്കണ്ട, നിന്റെ കുഞ്ഞിനെ ഞാൻ നല്ല പോലെ നോക്കിക്കോളാം. ഇനി മനുഷ്യരോടൊപ്പം എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ കാട്ടിൽ തന്നെ പോയി ജീവിച്ചോളാം. അങ്ങനെ പറഞ്ഞ റോസി അവിടെ നിന്ന് കാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വന്ന് അവളുടെ കുഞ്ഞിനെ മതിയാവോളം കണ്ടിട്ട് പോകും.
അങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് നാളുകളും കടന്നുപോയി. അത് കഴിഞ്ഞൊരു ദിവസം റോസി അവളുടെ കുഞ്ഞിനെ കാണാനായി ആ വീട്ടിലേക്ക് പോയി. പക്ഷെ ആ സമയത്ത് റീത്ത ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി? നീ എന്തിനാണ് ഇരുന്ന് കരയുന്നത്? എന്തു ചെയ്യും, ആ ഹീരാലാൽ വീണ്ടും നാട്ടിലേക്ക് വന്നു. എന്നെപ്പോലെ ഒരുപാട് പേര് അവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ഹീരാലാൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം എടുത്തു. ഞങ്ങളുടെ വീടിനുള്ളിൽ കയറി സാധനങ്ങളെല്ലാം എടുത്തു. ഇപ്പോൾ ക്രിസ്തുമസ് ആണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെപ്പോലെ ബാക്കിയുള്ളവരും വിഷമിക്കുന്നത്. നീ വിഷമിക്കല്ലേ. ഇത്തവണ നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ക്രിസ്തുമസ് ആഘോഷിക്കും. അതിനുള്ളത് ഞാൻ ചെയ്തോളാം. അത് കഴിഞ്ഞ് റോസി കാട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രേതപിശാചുകളെയും നാട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അവരെല്ലാവരും വന്ന് നാട്ടിനുള്ളിൽ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കവും നടത്തി. അത് കഴിഞ്ഞ് വഴിയിൽ ഒരുപാട് ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ കൂടി അവർ ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും റോസി പുതിയ തുണികൾ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. അപ്പൊ അവിടേക്ക് ഹീരാലാൽ വന്നു. അയ്യോ, ഇതൊക്കെ എന്താണ്? ഗ്രാമജനങ്ങളോട് ഇത്രയും ചെയ്തിട്ട് പോലും ഈ ഗ്രാമജനങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും പണം ഇവരുടെ കയ്യിൽ എങ്ങനെ വന്നു? അപ്പ റോസി ഹീരാലാലിന്റെ കഴുത്ത് പിടിച്ചു. ഹീരാലാൽ, നിന്നെ കിട്ടിയത് വളരെ നന്നായി. ഇത്ര ദിവസം നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അയ്യോ, ഇല്ല ഇല്ല, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വലിയ തെറ്റ് ചെയ്തു. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. നിന്നെപ്പോലത്തൊരുത്തന് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിന്നെ ഇന്ന് കൊന്ന് ഞാൻ എന്റെ പക തീർക്കാൻ പോകുന്നു. ഒപ്പം തന്നെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ രക്ഷിക്കും. അത് കഴിഞ്ഞ റോസി ഹീരാലാലിന്റെ കഴുത്തിൽ കയറ് ചുറ്റി അവനെ മരത്തിൽ തൂക്കിയിട്ടു. നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഹീരാലാൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. അത് കഴിഞ്ഞ നാട്ടിലുള്ള ജനങ്ങളെല്ലാം റോസിയോടൊപ്പം വന്ന പ്രേതപിശാചുകൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചു സമയത്തിൽ ചില പ്രേതങ്ങൾ ആകാശം നോക്കി പറന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ താഴേക്ക് വീണു. ഈ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും തരുന്ന ക്രിസ്മസ് സമ്മാനമാണിത്. ഇത് കണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. വേഗവേഗം ആ സ്വർണ്ണ നാണയങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് സഹായിച്ചതിന് നിനക്കും നിന്റെ കൂടെയുള്ള പ്രേതങ്ങൾക്കും ഒരുപാട് നന്ദി റോസി. ഇതുപോലൊരു ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ആഘോഷിച്ചിട്ടേയില്ല. ഇന്നു മുതൽ ഈ ക്രിസ്മസ് ദിവസം ഞങ്ങൾ ആരും മറക്കില്ല. അന്നു മുതൽ ആ ഗ്രാമജനങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും പിന്നീട് വന്നതേയില്ല. അവരെല്ലാവരും സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പല വർഷം കടന്നുപോയി. അപ്പുറത്തെ റീത്ത റോസിയുടെ കുട്ടിയെ നന്നായി വളർത്തി വലിയ മനുഷ്യനാക്കിയിരുന്നു. തന്റെ കുട്ടി നന്നായി ജീവിക്കുന്നത് കണ്ട് റോസി വളരെയധികം സന്തോഷിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അവൾക്ക് മുക്തി ലഭിച്ചു. പിന്നെ അവൾ എന്നേക്കുമായി അവിടെ നിന്ന് പോയി. 1965 നടന്ന കഥയാണിത്. ഇറ്റലിയിലെ വോൾഗോൺ എന്ന നഗരത്തിൽ ലോഗൻ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു വന്നു. അത് ക്രിസ്മസിന്റെ സമയമായിരുന്നു. നഗരം മുഴുവനും അലങ്കരിച്ചിരുന്നു. എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നു. ലോഗനും ക്രിസ്മസിന് വേണ്ടി തന്റെ വീട് മുഴുവനും അലങ്കരിച്ചുകൊണ്ടിരുന്നു. ലോഗൻ തന്റെ വീടിന് മുകളിൽ വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ 10 വയസ്സുള്ള മകൻ ജോണിയും 12 വയസ്സുള്ള മകൾ മിയയും ലോഗൻ നിന്നുകൊണ്ടിരുന്ന സ്റ്റൂളിനടുത്തേക്ക് ഓടി വന്ന് അതിനു ചുറ്റും കറങ്ങി ഓടിക്കളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ലോഗന്റെ ബാലൻസ് തെറ്റിപ്പോയി. കുട്ടികളെ, കളിക്കാതെ വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റും. മിയയും ജോണിയും ലോഗന്റെ വാക്കുകൾ അനുസരിക്കാതെ അയാളെ വകവെക്കാതെ ചുറ്റി ഓടിക്കളിച്ചുകൊണ്ടേയിരുന്നു. ജോണി മിയയെ പിടിച്ച് താഴെ തള്ളിയിട്ടു. അപ്പോൾ മിയ ലോഗൻ നിന്നിരുന്ന സ്റ്റൂളിലേക്ക് വീണു. ലോഗന്റെ സമനില തെറ്റി അയാളും താഴെ വീണു. ജോണിയും മിയയും തങ്ങളുടെ അച്ഛൻ താഴെ വീണ് കിടക്കുന്നത് കണ്ട് കൈകൊട്ടി ചിരിച്ചു. സന്തോഷം, ഡാഡി എത്തിയിരിക്കുന്നു. ശബ്ദം കേട്ട് അവിടെ ഓടിയെത്തിയ ലോഗന്റെ ഭാര്യ ഹെലൻ ജോണിയെയും മിയയെയും നല്ലവണ്ണം ശാസിച്ചു. നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കുസൃതി കാണിക്കരുതെന്ന്? ഇപ്പൊ കണ്ടില്ലേ? ഹെലൻ ശാസിച്ചപ്പോൾ ജോണിയും മിയയും പരസ്പരം നോക്കി. എന്നിട്ട് ഹെലന് നേരെ മുഖം തിരിച്ച് കൊഞ്ഞനം കാണിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര ധൈര്യം വന്നോ? നിങ്ങളെ മുകളിലുള്ള മുറിയിലിട്ട് ഞാൻ പൂട്ടും. അവിടെ ക്രാമ്പസ് വന്ന് നിങ്ങളെ രണ്ടുപേരെയും ശിക്ഷിച്ച് നിങ്ങളെ അവന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ജോണിയും മിയയും ക്രാമ്പസ് എന്ന പേര് ആദ്യമായാണ് കേൾക്കുന്നത്. അവർക്ക് ആ പേര് കേട്ടിട്ട് അതിശയം തോന്നി. ഈ ക്രാമ്പസ് എന്താണ് മമ്മി? അപ്പോൾ ലോഗൻ എണീറ്റ് നിന്ന് തന്റെ വസ്ത്രങ്ങളെല്ലാം നേരെയാക്കിയ ശേഷം അവരോട് രണ്ടുപേരോടും ക്രാമ്പസിനെ കുറിച്ച് പറയാൻ തുടങ്ങി.
ക്രാമ്പസിനെ കാണാൻ വളരെ വിചിത്രമായ വൃത്തികെട്ട ഒരു ജീവിയെ പോലെ ഉണ്ടാകും. അത് ക്രിസ്മസിന്റെ സമയത്ത് ഇവിടൊക്കെ ചുറ്റിക്കറങ്ങും. പിന്നെ ഏതെങ്കിലും കുട്ടികൾ കുസൃതി കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവൻ ആ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യും. പിന്നെ കൂടുതൽ കുസൃതി കാണിക്കുന്ന കുട്ടികളെ അവൻ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. മിയയും ജോണിയും പരസ്പരം നോക്കിയ ശേഷം വളരെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഡാഡി, ഞങ്ങൾ കുസൃതി കാണിക്കരുത്, അതിനുവേണ്ടിയല്ലേ ഈ കഥ കെട്ടിച്ചമച്ചത്. കഥയൊക്കെ നന്നായിരിക്കുന്നു, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കുസൃതി നിർത്തുകയില്ല, അല്ലേ ജോണി? നീ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ കുസൃതികൾ ഒരിക്കലും നമ്മൾ നിർത്തില്ല. ജോണി സോഫയിൽ ഉണ്ടായിരുന്ന തുണികളൊക്കെ എടുത്തു മാറ്റി അതിനു മുകളിൽ കയറി നിന്ന് ചാടാൻ തുടങ്ങി. ഹെലനും ലോഗനും കുട്ടികളുടെ ഈ കുസൃതികൾ സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അവർ രണ്ടുപേരും എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അന്ന് ക്രിസ്മസ് ആയിരുന്നു. നഗരം മുഴുവനും സന്തോഷഭരിതമായിരുന്നു. റോഡ് അരികിലായി ഒരു കുട്ടി മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ കയ്യിൽ കുറേ സാധനങ്ങളും പിടിച്ചുകൊണ്ട് അതുവഴി നടന്നു വരികയായിരുന്നു. അവർ നടന്ന് അടുത്തെത്തിയപ്പോഴേക്കും ആ കുട്ടി പെട്ടെന്ന് അവരെ പേടിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളോടൊപ്പം അവരും താഴെ വീണു. ആ കുട്ടി കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. ഈ സംഭവങ്ങളെല്ലാം വിചിത്രമായ ഒരു രാക്ഷസമൃഗം കാണുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നിരുന്നു. ആ കുട്ടി ഓടി ഓടി ഒരു മൈതാനത്തിൽ എത്തി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് അവൻ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ തന്റെ അടുക്കൽ ഒരു നിഴൽ രൂപം കണ്ടു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ ആ രൂപം കണ്ട് ഭയന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് താഴെ വീണു. അവൻ പേടിച്ചോടി താഴെ വീണു. ക്രാംപസ് അവന്റെ അടുക്കൽ നിൽപ്പുണ്ടായിരുന്നു. ക്രാംപസ് തന്റെ നീണ്ടു കൂർത്ത നഖങ്ങൾ കൊണ്ട് ആ കുട്ടിയുടെ തോളിൽ പിടിച്ചമർത്തി മുറിവേൽപ്പിച്ചു. കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചപ്പോഴേക്കും ക്രാംപസ് അപ്രത്യക്ഷനായി. ലോഗൻ വീട്ടിൽ മിയയെയും ജോണിയെയും ശാസിക്കുകയായിരുന്നു. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജോണി, നീ എന്തിനാണ് ഇങ്ങനെ കുസൃതികൾ കാണിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ല ഡാഡ്, ഈ ഗ്ലാസ് ചേച്ചിയാണ് പൊട്ടിച്ചത്. അല്ല ഡാഡി, ഇവൻ നുണ പറയുകയാണ്. ഇവനാണ് ഇത് പൊട്ടിച്ചത്. ഓ, എന്താ ഇത്? നിങ്ങൾ ഈ കാണിക്കുന്നത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നു. ലോഗൻ അവരുടെ രണ്ടുപേരുടെയും കൈകളിൽ പിടിച്ച് ഒരു മുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ കാണണം, മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഡാഡി, ക്രാംപസിനോട് പറയരുതേ അയാളുടെ ജോലി ഡാഡി ചെയ്തു എന്ന്. ക്രാംപസ് തീർച്ചയായും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ശിക്ഷ നൽകും. ലോഗൻ വാതിലടച്ചിട്ട് അവിടെ നിന്ന് പോയി. മിയയും ജോണിയും പരസ്പരം ദേഷ്യത്തോടുകൂടി തുറിച്ചു നോക്കി. ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. ഗ്ലാസ് നീയാണ് പൊട്ടിച്ചത്. എന്നിട്ട് നിന്റെ കൂടെ എന്നെയും മുറിയിലിട്ട് അടച്ചു. നീയല്ലേ എന്നെ പേടിപ്പിച്ചത്, അതുകൊണ്ടല്ലേ ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് വീണത്, മനസ്സിലായോ? ജോണി ദേഷ്യത്തോടുകൂടി മിയയുടെ അടുത്ത് വന്ന് അവളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. അവർ രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങി. ക്രാംപസ് ലോഗന്റെ വീട്ടിലേക്ക് നോക്കി. ജോണിയും മിയയും കൂടി വഴക്കിടുന്നത് അവൻ കാണുകയുണ്ടായി. അവൻ ലോഗന്റെ വീടിനടുത്തേക്ക് ഓടി വന്ന് ഭിത്തിയിൽ പിടിച്ചു കയറി. അവൻ ജനാലയിലൂടെ നോക്കിയപ്പോൾ ജോണിയും മിയയും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ ചുവന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി മുറിയിലേക്ക് വന്നു. നിങ്ങൾക്ക് സുഖമാണോ എന്റെ കുസൃതി നിറഞ്ഞ കുട്ടികളെ? ക്രാംപസ്! അതെ, ഞാനാണ് ക്രാംപസ്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും കുസൃതി കാണിക്കുന്നുണ്ട്, എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും ശിക്ഷ നൽകുന്നതായിരിക്കും. ഇത് കേട്ട മിയയും ജോണിയും പേടിച്ചരണ്ട് കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. അവർ വാതിലിൽ ശക്തമായി മുട്ടി. ഡാഡി, വാതിൽ തുറക്കൂ, ഈ ക്രാംപസ് ഞങ്ങളെ കൊല്ലും. ഡാഡി, ഞങ്ങൾ കുസൃതി ഒന്നും കാണിക്കില്ല, പ്ലീസ് ഞങ്ങളെ രക്ഷപ്പെടുത്തൂ ഡാഡ്. ഹെലനും ലോഗനും കുട്ടികളുടെ ശബ്ദം കേട്ട് ആശ്ചര്യപ്പെട്ടു. ഇവരുടെ കുസൃതിക്ക് ഒരു അതിരേയില്ലല്ലോ. പുറത്തു വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്. ഇന്ന് ഇവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ, അപ്പോഴേ ഇവർ നന്നാവുകയുള്ളൂ. മുറിയിൽ ക്രാംപസ് കുട്ടികളുടെ അടുത്ത് നിന്ന് അട്ടഹസിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും അയാളുടെ ഭീകര രൂപം കണ്ട് ഭയന്നു വിറച്ചു. അതിന്റെ നീണ്ടു കൂർത്ത കൊമ്പുകൾ, അതിന്റെ ചുവന്നു തുടുത്ത കണ്ണുകൾ, അതിന്റെ ശരീരം മുഴുവനും വെളുത്ത രോമമായിരുന്നു. അത് ജോണിയുടെയും മിയയുടെയും അടുത്ത് വന്ന് നിന്നു. ഞങ്ങളോട് ക്ഷമിക്കണം ക്രാംപസ്, ഞങ്ങൾ ഇനി ഒരിക്കലും കുസൃതി തരം കാണിക്കില്ല. ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാ നൽകുന്നു. എങ്കിലേ കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയുള്ളൂ. മിയ ഓടാൻ തുടങ്ങി. ക്രാംപസ് ഒരു വലിയ കൂടുണ്ടാക്കി മിയയെ അതിനുള്ളിലിട്ട് അടച്ചു. ആ കൂട്ടിനുള്ളിൽ ധാരാളം മുള്ളുകൾ ഉണ്ടായിരുന്നു.
മിയ ആ മുള്ളുകൾ കൈകൊണ്ട് പിടിച്ച ഉടനെ അവളുടെ കൈകളിൽ ആ മുള്ളുകൾ കുത്തിക്കയറി കയ്യിൽ നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. എന്റെ അനുജത്തിയെ വിട്ടേക്ക് പ്ലീസ്. ക്രാംപസ് അവന്റെ അടുക്കൽ വന്ന് അവന്റെ കാലിൽ പിടിച്ചുയർത്തി അവനെ തലകീഴായി തൂക്കിയിട്ടു. ജോണി തലകീഴായി കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ക്രാംപസ് അവനെ തന്റെ മുഖത്തിനരികിലേക്ക് കൊണ്ടുവന്നു. അത് തന്റെ വാലിന്റെ നീളം അല്പം കൂടി കൂട്ടി ആ വാലുകൊണ്ട് ജോണിയെ വരിഞ്ഞു കെട്ടി. എന്നിട്ട് അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. വാലിൽ കെട്ടിയ ജോണി അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. ദേഹമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവൻ വാവിട്ട് കരഞ്ഞു. ക്രാംപസ് ഒരിടത്ത് നിന്നിട്ട് തന്റെ നാക്ക് പുറത്തേക്ക് നീട്ടി ജോണിയുടെ മുഖത്ത് നക്കാൻ തുടങ്ങി. വളരെ നന്നായിട്ടുണ്ടല്ലേ? ജോണി പേടിച്ച് ബോധം കെട്ട് വീണു. അവന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. മിയയാകട്ടെ കൂട്ടിനുള്ളിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും കുസൃതി കാണിക്കുവാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോകും, മനസ്സിലായോ? ഞങ്ങളോട് ക്ഷമിക്കണം. ക്രാംപസ് ജനാല തുറന്ന് പുറത്തേക്ക് പറന്ന് അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷനായി. ഹെലനും ലോഗനും മുറിയുടെ വാതിൽ തുറന്നു നോക്കിയിട്ട് ഭയന്നു വിറയ്ക്കുകയായിരുന്നു. ജോണി ദേഹമാസകലം മുറിവേറ്റ് ബോധം കെട്ടുകിടക്കുന്നു. മിയ മുറിയുടെ ഒരു മൂലയിൽ പേടിച്ചരണ്ടിരിക്കുന്നു. ജോണി, മിയ, നിങ്ങൾക്ക് എന്തു പറ്റി? ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? മിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ക്രാംപസ് ആണ് ചെയ്തത് മമ്മി. അത് നമ്മളെ കൊന്നുകളയും. അത് വീണ്ടും വരും. ഞങ്ങളെ രണ്ടുപേരെയും എടുത്തുകൊണ്ട് അത് പോകും. അത് പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വരും. ലോഗനും ഹെലനും പരിഭ്രമിച്ചുകൊണ്ട് പരസ്പരം നോക്കി നിന്നു. അവർ രണ്ടുപേരും ക്രാംപസിന്റെ കഥ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനു മുൻപ് ഒരിക്കലും അതിനെ കണ്ടിട്ടില്ല. ജോണിയും മേയും അതിനുശേഷം ഒരിക്കലും കുസൃതി കാണിച്ചിട്ടേ ഇല്ല. അവർ രണ്ടുപേരും ആ മുറിയിൽ തന്നെ ഇരുന്നു. ആ ദിവസം മുഴുവനും ഒന്നും മിണ്ടാതെ നല്ല കുട്ടികളായി ഇരുന്നു. ലോഗനും ഹെലനും എത്രയോ പരിശ്രമിച്ചു നോക്കിയിട്ടും ജോണിക്കും മിയയ്ക്കും ആ സംഭവം ഒരിക്കലും ഇത് നടന്നത് 1927-ലാണ്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഒരു അപകടത്തിൽ മരിച്ചുപോയിരുന്നു. അതിനുശേഷം ഞാൻ സബീന മുത്തശ്ശിയോടൊപ്പം ബാഗ്ദാദിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയോട് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് പറയുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങളാകുന്നു. ഞാനിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുത്തശ്ശി, എനിക്കിപ്പോൾ വേറെ ഗ്രാമത്തിൽ പോയി പഠിക്കണം. അനുഗ്രഹിക്കും മുത്തശ്ശി. ശരി മോനെ, നന്നായി പഠിക്കണം, നല്ല പേര് വാങ്ങിക്കണം. ശരി, നീ ഏതു വഴിയിൽ കൂടിയാ സ്കൂളിൽ പോകുന്നേ? മുത്തശ്ശി, അത് ഗ്രാമത്തിനടുത്തൊരു കുളമില്ലേ, അതിന്റെ അടുത്തുള്ള വഴിയിൽ കൂടെയാ പോകുന്നത്. ആ വഴിയോ? ആ കുളത്തിനടുത്തുള്ള ആ വഴിയോ? ഇല്ല, ആ കുളത്തിനടുത്തുകൂടി നീ പോകരുത്. മുത്തശ്ശി, എന്നാൽ എന്താ? എന്നാലും പിന്നാലും ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ കുളത്തിനടുത്തുകൂടി ആരും പോകില്ല. അന്ന് ആ കുളത്തിനടുത്തൂടെ പോകാൻ മുത്തശ്ശി എന്നെ അനുവദിച്ചതേയില്ല. എന്നാൽ മുത്തശ്ശി എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ വഴിയിൽ കൂടെ തന്നെ സ്കൂളിലേക്ക് പോകണമെന്നും ഞാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ അപ്പോൾ എനിക്ക് നല്ല 2 സുഹൃത്തുക്കളെയും കിട്ടി. അവരുടെ പേരാണ് ആഫ്രിൻ, ഹംസ. ഞങ്ങൾ 3 പേരും ആ കുളത്തിന്റെ അടുത്തുകൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിനക്കറിയാമോ ഉമർ, എന്റെ അമ്മ പറഞ്ഞു ഈ കുളത്തിനടുത്ത് ജിന്നുണ്ടെന്ന്. അവർ ഒരുപാട് പേരെ തിന്നിട്ടുണ്ടത്രേ. പിന്നെ അവരെ ഒരു പാത്രത്തിലാക്കി ഇവിടെ തന്നെ ഇട്ടത്രേ. നീ ഇതെന്താ പറയുന്നത് ആഫ്രിൻ? എന്റെ മുത്തശ്ശിയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതുപോലെയൊന്നും എനിക്ക് തോന്നിയതേയില്ല. ഇതൊരു ശാന്തമായ സ്ഥലം തന്നെയാണ്. 2 പേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുളത്തിൽ നിന്നും 2 കണ്ണുകൾ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് ചിരിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മുഖം തെളിഞ്ഞു. ആഫ്രിന് തോന്നി ആരോ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ. അവൾ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരാ അവിടെ? ആരാ? അവിടെ എങ്ങും ആരും തന്നെയില്ല. നീ നിന്റെ നിഴൽ കണ്ട് പേടിച്ചതാ. അപ്പോൾ ദൂരത്തിൽ അവിടെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവർ കീറിയ തുണിയിട്ടിരുന്നു. അവരുടെ അടുത്തൊരു തൊട്ടിയും ഉണ്ടായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ, ഇവരെന്തിനാ കരയുന്നേ? ഉമർ, അവരുടെ അടുത്തേക്കൊന്നും പോകണ്ട. അവരാരാണെന്ന് പോലും അറിയില്ല. പേടിയാകുന്നു. 2 പേരും ഇവിടുന്ന് പൊക്കോ. ഇങ്ങനെ പേടിച്ച് ചാകല്ലേ ആഫ്രിൻ. നിന്റെ ഒപ്പം ഞങ്ങൾ 2 പേരുമില്ലേ? 3 പേരും ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ എന്തിനാ കരയുന്നേ?
ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ ഒരു മീനെ പോലും പിടിച്ചതേയില്ല. അതുമല്ലാതെ എന്റെ കയ്യിൽ കുറച്ച് പണവും ഉണ്ടായിരുന്നു. അതും ഈ കുളത്തിലേക്ക് തന്നെ വീണുപോയി. ഞാൻ എന്റെ മുതലാളിയോട് എന്തു മറുപടി പറയും? എന്റെ കുഞ്ഞുങ്ങൾ വിശന്നു മരിച്ചു പോകും. ഞാനും ഇതേ കുളത്തിൽ ചാടി മരിച്ചു പോകാം. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളുടെ പണം എവിടെയാ വീണതെന്ന് പറയൂ. അത് ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാം. അതുപോലെ നിങ്ങൾക്ക് മീനെ പിടിക്കാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാം. ഉമർ, എന്താ ഈ പറയുന്നേ? ഇരുട്ടായി. നിനക്ക് ഓർമ്മയില്ലേ, മുത്തശ്ശി ഈ വഴിയിൽ കൂടി വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിയായി തോന്നുന്നില്ല. വാ പോകാം. നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ നിൽക്കേ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിവരെ സഹായിക്കാതെ തിരിച്ചു വരില്ല. അപ്പോൾ പിന്നെയും കുളത്തിൽ 2 കണ്ണുകൾ കാണാൻ പറ്റി. അവിടെ ഒരു ചുഴി വന്നു. പെട്ടെന്ന് ചുറ്റിനും വ്യത്യസ്തമായി തോന്നി. അപ്പോൾ അവിടെ ഒരു രൂപം കണ്ടു. അതാദ്യം പാമ്പിനെ പോലെയിരുന്നു, പിന്നെ അത് പല്ലിയെ പോലെയായി. അത് രൂപം മാറിക്കൊണ്ടേയിരുന്നു. ആഫ്രീന് ഇതെല്ലാം കണ്ടപ്പോൾ എന്തോ സംശയം വന്നു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ അവൾക്ക് പിന്നെയും അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഉമർ, ഹംസ, എനിക്കെന്തോ നന്നായി തോന്നുന്നില്ല. വാ പോകാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്നോ. ഞാൻ കുളത്തിനുള്ളിലേക്ക് പോകാൻ പോകുക. ഉമർ അവന്റെ ഡ്രസ് ഊരിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അപ്പോൾ വെള്ളത്തിനടിയിൽ നീരൊഴുക്ക് കൂടിയിരുന്നു. അവൻ അവിടെ നിന്നും ഒരു പാത്രവും കിട്ടി. ആഹാ, ഇതെന്ത് പാത്രമാ? കാണാൻ നല്ല രസമുണ്ട്. ഞാനിത് വീട്ടിൽ കൊണ്ടുപോകുക. ഉമർ ഒരുപാട് നാണയങ്ങൾ പുറത്തെടുത്തുകൊണ്ടുവന്നു. പിന്നെ ആ സ്ത്രീക്ക് ഒരുപാട് മീനുകളെയും പിടിച്ചു കൊടുത്ത് സഹായിച്ചു. പിന്നെ ആ പാത്രം എല്ലാവരെയും കാണിച്ചു. ആ പാത്രം കണ്ടതും ആ സ്ത്രീയുടെ കണ്ണ് ചുമപ്പായി മാറി. പിന്നെ അവൾ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഉടനെ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. പെട്ടെന്ന് ആ വെള്ളത്തിനടിയിൽ ഒരു വലിയ ചുഴി രൂപപ്പെട്ടു. നോക്കൂ, പാത്രം കിട്ടിപ്പോയി. 200 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്ക് ഈ പാത്രം കിട്ടിപ്പോയി. എനിക്കറിയാമായിരുന്നു നീ ഇതെടുത്തുകൊണ്ട് വരുമെന്ന്. ആ പാത്രം എന്റെ കയ്യിൽ താ. 200 വർഷങ്ങൾക്ക് ശേഷമോ? നിങ്ങൾ ഇതെന്താ പറയുന്നേ? ഈ പാത്രം എന്റേതാ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നതാ. ഇത് ഞാൻ ഒരിക്കലും തരികയില്ല. പറഞ്ഞില്ലേ എന്തോ ശരിയല്ലെന്ന്? ഓടടാ ഇവിടുന്ന്. 3 പേരും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോൾ ആ സ്ത്രീ ഒരു പട്ടിയുടെ രൂപത്തിലേക്ക് മാറി അവരുടെ പിറകെ തുരത്താൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ വളരെ ഭയങ്കരമായിരുന്നു. അവൾക്ക് ഉടനെ ചിറകു മുളയ്ക്കാൻ തുടങ്ങി. അവൾ മറ്റൊരു രൂപത്തിലേക്ക് മാറി അവരെ തുരത്തിക്കൊണ്ടിരുന്നു. പിന്നാലെ വന്ന് ഉമറിന്റെ കയ്യിലുള്ള പാത്രം അവൾ കൈക്കലാക്കി. മതി, നിങ്ങൾ ഒരുപാട് ഓടിക്കഴിഞ്ഞു. ഇനി ഈ പാത്രം എന്റേതാണ്. 200 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജിന്നിനെ കാണാൻ പോകുന്നു. എനിക്കറിയാം, നിന്നെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അവൾ ഉമറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ പാത്രം തുറന്നു. പാത്രം തുറന്നതും അതിനുള്ളിൽ നിന്നും വേഗത്തിൽ പുക വരാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നും വളരെ വലിയ നീല നിറത്തിലുള്ള ഒരാൾ വെളിയിൽ വന്നു. അവന്റെ മുകളിലുള്ള ദേഹം കാണാൻ പറ്റി. പിന്നെ താഴേക്കുള്ള ദേഹം പാമ്പിനെ പോലെയിരുന്നു. ആ, 200 വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന എനിക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ജിൻ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് കയറി. അവൾ അപ്പോൾ തീ തുപ്പാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ചുമപ്പായി മാറി. പിന്നെ അവൾ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ദേഹം അപ്പോൾ കാണാൻ പാമ്പിന്റെ ദേഹം പോലെയായി മാറി. 3 കുട്ടികളും അത് കണ്ട് പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവരെക്കാൾ വേഗത്തിൽ ആ സ്ത്രീ അവരെ തുരത്തിക്കൊണ്ടേ വന്നു. അവൾ ഉമറിനെ പിടിച്ചു പൊക്കി. വായിൽ നിന്നും എന്തോ തുപ്പി. ഇല്ല, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജിൻ ഉമറിന്റെ ശരീരത്തേക്ക് പ്രവേശിച്ചു. അവന്റെ വായിൽ നിന്നും പാമ്പിന്റെ വാല് പോലെ എന്തോ തൂങ്ങിക്കിടന്നു. അത് ടെന്റക്കിൾസ് പോലെയാണ്. കണ്ണെല്ലാം ചുമപ്പായി മാറി. പെട്ടെന്ന് അവിടെ മഴയും പെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ട് ഹംസയും അഫ്രീനും പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവർ വേഗത്തിൽ ഓടി വന്ന് ഉമറിന്റെ മുത്തശ്ശിയോട് നടന്നതെല്ലാം പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഞാൻ നിങ്ങളോട് അവിടെ പോകരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ?
അതെല്ലാം ജിന്നുകളാണ് കുട്ടികളെ. ഉമറിന്റെ അച്ഛനെയും അമ്മയെയും അവരാണ് തിന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് അവിടെ പോകരുതെന്ന് പറഞ്ഞിരുന്നത്. ഈ ജിന്നെന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശി? ജിൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരും. അവരെല്ലാം പ്രേതങ്ങളാണ് മോനെ. അവരെല്ലാം മനുഷ്യർ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ദേഹത്തിൽ പ്രവേശിച്ച് അവരെ പോലെ തന്നെ രൂപം മാറും. അവരേത് രൂപത്തിൽ വേണമെങ്കിലും ഇരിക്കും. പ്രേതമായി, പിശാചായി, ഭൂതമായി. അവരെല്ലാം 20 കിലോ മുതൽ 200 കിലോ വരെ പൊക്കിയെടുക്കും. ചിലർ ജിന്നിനെ പോലെ ഇരിക്കും, മറ്റു ചിലർ പാമ്പുകളെ പോലെയും ഇരിക്കും. പട്ടിയും പാമ്പുമൊക്കെ അവരുടെ സുഹൃത്തുക്കളായി മാറും. പട്ടികളുടെ കണ്ണുകളാൽ ജിന്നുകളെ കാണാനും സാധിക്കും. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഉമർ തിരിച്ചു വരില്ലേ? എനിക്കുടനെ ഹാത്തിം ബാബയുടെ അടുത്തേക്ക് പോകണം. അദ്ദേഹം ഒരു പരിഹാരം കാണും. രണ്ടുപേരും വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഇങ്ങനെ പറഞ്ഞു മുത്തശ്ശി ഹാത്തിം ബാബയെ കാണാനായി പോയി. അദ്ദേഹത്തിന്റെ റൂമിലുള്ള എല്ലാം കാണാൻ വളരെ വ്യത്യസ്തമായിരുന്നു. എവിടെ നോക്കിയാലും നക്ഷത്രങ്ങൾ, പിന്നെ ചില മൃഗങ്ങളുടെ രൂപവും ഉണ്ടായിരുന്നു. വരൂ, പറയൂ. എന്റെ കൊച്ചുമകനെ, ആ പാത്രത്തിലെ ജിൻ. നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് എല്ലാം അറിയാം. നിന്റെ കൊച്ചുമകൻ ആ പ്രേതത്തിന്റെ ആഗ്രഹം നടത്തി. ആ ആത്മാവ് 200 വർഷങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, സ്വാതന്ത്ര്യം. ഞാൻ നിനക്ക് വേണ്ടി അതിനെ വിളിച്ചു വരുത്താം. എന്നാലൊന്ന്, അത് വരുമ്പോൾ എന്തായാലും ഉറപ്പായാലും ഒരു ജീവനും കൊണ്ടേ പോകൂ. ഹാത്തിം ഉറക്കെ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. പിന്നെ തീയും കത്തിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ ഉമർ ജിന്നിന്റെ ശരീരവുമായി അവിടേക്ക് വന്നു. അവന് വലിയ വലിയ ചിറകുകൾ മുളച്ചിരുന്നു. കണ്ണുകൾ ചുമന്നിരുന്നു. അവൻ മുറിയിലേക്ക് വന്നതും ആ മുറി മുഴുവനും ചുമപ്പായി മാറി. നീ അവന്റെ ഉള്ളിൽ എന്തിനാ കയറിയത്? അവൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? പയ്യനെ വിട്ടു പോ. അങ്ങനെ എങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റും? 200 വർഷങ്ങളായി എനിക്ക് ആരെയും കിട്ടാതെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഈ ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്നു. ഹാത്തിം വലിയ ശബ്ദത്തിൽ മന്ത്രമോദിക്കൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശക്തിയും ജിന്നിന്റെ ശക്തിയും തമ്മിൽ പൊരുതി. ഉമറിന്റെ ദേഹത്തു നിന്നും പാമ്പിനെ പോലെ ജിൻ വെളിയിലേക്ക് വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ പൂർണ്ണമായും അത് അവനെ വിട്ട് വെളിയിലേക്ക് വന്നു. എന്തിനെന്നെ ഈ പയ്യന്റെ ശരീരത്തിൽ നിന്നും വെളിയിലെടുത്തു? ഞാനിപ്പോൾ ആ വൃദ്ധയുടെ ശരീരത്തിലേക്ക് പോകാൻ പോകുന്നു. ഹാത്തിം എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് ആ പ്രേതത്തിന്റെ ശക്തിയാൽ ആ പ്രേതം ഉമറിന്റെ മുത്തശ്ശിയുടെ ദേഹത്തേക്ക് കയറി. ഉടനെ മുത്തശ്ശി പിടയ്ക്കാൻ തുടങ്ങി. ഉമർ അത് കണ്ട് കരയാനും തുടങ്ങി. ഉടനെ ഹാത്തിം ആ ജിന്നിനെ മറ്റൊരു പാത്രത്തിൽ അടയ്ക്കാനുള്ള ശ്രമവും തുടങ്ങി. മര്യാദയ്ക്ക് ആ മുത്തശ്ശിയെ വിട്. അങ്ങനെ നീ വിട്ടില്ലെങ്കിൽ നിന്നെ ഈ പാത്രത്തിൽ അടച്ചു വെക്കും ഞാൻ. ഇല്ല ഇല്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നെ ആ പാത്രത്തിൽ അടച്ചു വെക്കരുത്. ഞാൻ ഈ മുത്തശ്ശിയെ വിട്ടേക്കാം. നിങ്ങൾ എന്തു പറയുന്നു അത് ഞാൻ ചെയ്തോളാം. ദയവായി നിങ്ങൾ എന്നെ വീണ്ടും അതിൽ അടച്ചു വെക്കരുത്. എന്നാൽ ഹാത്തിം മന്ത്രമോദിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഉടനെ ആ ജിൻ കാറ്റുപോലെ അദ്ദേഹം വെച്ചിരുന്ന പാത്രത്തിൽ വന്നടഞ്ഞു. അപ്പോൾ മുത്തശ്ശിയും താഴേക്ക് വീണു. ഉമർ ഓടിപ്പോയി അവിടേക്ക് നോക്കി. എന്നാൽ മുത്തശ്ശി അതിനുള്ളിൽ മരിച്ചിരുന്നു. നിന്റെ മുത്തശ്ശി മരിച്ചു പോയിരിക്കുന്നു ഉമർ. ഇനി കരഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. നീ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടിരിക്കണമായിരുന്നു. നിനക്ക് ഇവിടെ നിന്നും പോകാം. എനിക്ക് ആ ജിന്നിനെ ഇപ്പോഴും മറക്കാനേ പറ്റിയിട്ടില്ല. എന്റെ മനസ്സിലുള്ളൊരു കുറ്റബോധം എന്തെന്നാൽ ഞാൻ ചെയ്ത ഒരു ചെറിയ തെറ്റ് കാരണം എന്നെ വളർത്തി വലുതാക്കിയ എന്റെ മുത്തശ്ശി മരിച്ചുപോയി. ഈ ലോകം തന്നെ വളരെ ഭയങ്കരമായിരിക്കുന്നു.